ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മഹേന്ദ്ര താറാണ്. BS6 വരുന്ന പുതിയ മോഡൽ താറാണ്, 2018 മോഡൽ. ഇതിൻ്റെ വീൽ നട്ട് അയക്കണ ടൈമിൽ വീൽ നട്ടിന് ഡാമേജ് പറ്റി. നമ്മൾ വീൽ നട്ട് അയക്കുന്ന ടൈമിൽ നമ്മളിതിൻ്റെ വീൽ നട്ടിന് പറ്റിയ അതിൻ്റെ നല്ല രീതിയിലുള്ള ബോക്സ് ഉപയോഗിച്ച് 21-ൻ്റെ നല്ലൊരു ബോക്സ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്താൽ മാത്രം പോരാ. കറക്റ്റ് പൊസിഷനിൽ നിന്നിട്ട് അയച്ചെടുത്തിട്ടില്ലെങ്കിൽ താറ് പോലത്തെ മഹേന്ദ്രൻ്റെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതിനൊക്കെ വീൽ നട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് വീൽ നട്ട് കംപ്ലയിൻറ്റ് വന്നതൊക്കെ നമ്മളിതിൻ്റെ വീൽ നട്ട് ഇങ്ങനെ ആയതുകൊണ്ട് അലയ്ക്ക് കേടൊന്നും പറ്റാതെ വീൽ നട്ട് അയച്ചെടുക്കണം. അതാണ് നമ്മൾ അന്നത്തെ പണി. അതായത് ഇതിൻ്റെ ബ്രേക്ക് പൈപ്പ് കാലിബറൊക്കെ നമ്മൾ മൊത്തമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനുള്ള വീലുണ്ടായതുകൊണ്ട് അപ്പോൾ ബ്രേക്ക് പൈപ്പ് കാലിബറിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുത്ത് ബ്രേക്ക് ഓയിൽ പോകാത്ത രീതിയിൽ ഇതുപോലെ കവർ വെച്ച് കെട്ടിയിട്ട് കുറച്ചൊക്കെ ബ്രേക്ക് ഓയിൽ പോകും. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ഹബ്ബ് വിത്ത് ബെയറിംഗ് ആയതുകൊണ്ട്, ഇതിപ്പോൾ പുതിയ മോഡലായതുകൊണ്ട് ഹബ്ബ് വിത്ത് ബെയറിംഗ് വരുന്നത്. മറ്റേത് രണ്ട് ബെയറിംഗ് സെപ്പറേറ്റ് വന്നിട്ട് ഉള്ളൊരു പരിപാടിയാണ്. നീഡിൽ വരുത്ത ബെയറിംഗ് ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഹബ്ബ് ബാക്കുന്ന ഹബ്ബിൻ്റെ ആക്സിലേറ്റ് നമ്മൾ ആദ്യം ഊരി വെച്ചിന്. ബാക്കുന്ന ഹബ്ബിൻ്റെ 4 വോൾട്ട് ഊരിയതിൻ്റെ ശേഷം നമ്മൾ വണ്ടി താഴെ ഇറക്കിയതിന് ശേഷം ഇതുപോലെ ഇളക്കിങ്ങോട്ട് വലിച്ചിങ്ങോട്ട് ഊരുക. ആക്സിലിൻ്റെ മില്ലിങ് വന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പോരും. ഇതുപോലെ ഉണ്ട് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഉള്ള ടയറിൻ്റെ ഉള്ളിൽ കാണുന്നത് കാലിബറും ബ്രേക്ക് ഡിസ്ക്കും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നെക്ക് അതേമാതിരി ആക്സിലും അങ്ങനെ അതൊക്കെ ഇതുപോലെ അവിടെ കിടക്കും. ഈ 4 ഹോളിലാണ് നമ്മൾ ആ ബെയറിങ്ങും ഹബ്ബും കൊടുക്കാറുള്ളത്. ഇതിൻ്റെ വോൾട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ അയച്ചെടുത്തത്. ഇത് ABS സെൻസർ വരുന്നുണ്ട്, അത് ഞാൻ ഊരിയെടുത്തിട്ടില്ല. ശരിക്കും ഇത് അയക്കുമ്പോൾ ഊരിയെടുക്കണം, മറ്റേ ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു നമ്മളിത് സെറ്റ് ചെയ്യാൻ ഇതിന് ബോൾട്ട് അയക്കാനൊക്കെ ഉള്ള പണി തുടങ്ങി. ഇതാ ബോൾട്ട് അയക്കാൻ വേണ്ടി നമ്മൾ കട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്യാപ്പ് കൂടെ പരമാവധി റിസ്ക്കാണ്. കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാക്ക് സൈഡിൽ ആ റൗണ്ടിൽ വരുന്ന ഭാഗത്ത് 3 വര ഇട്ടിട്ട് ആ വരേൻ്റെ മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വെച്ച് വെട്ടിയിട്ടാണ് ബാക്കിയുള്ള പീസ് അയച്ചത്. ഇൻഡസ്ട്രിയിൽ കൊണ്ടൊരു തുളച്ച് വരുമ്പോഴൊക്കെ ടൈം ഒരുപാട് എടുക്കാറുണ്ട്. നമ്മൾ അതുപോലെ റിസ്ക് എടുത്ത് ചെയ്യണതാണ്. കട്ടറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ പോവും. ഒക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യണത് കണ്ടിട്ട് ബാക്കികൾ ചെയ്യുമ്പോൾ അതുപോലെ ഒന്നും കിട്ടിയില്ല എന്ന് വരും. ഇതൊക്കെ ഒരു ഐഡിയൻ്റെ പുറത്ത് ചെയ്യണം. എന്തായാലും ഓരോ റിസ്ക്കുകൾ കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താറിൻ്റെത് അതുപോലെ അലൈവിൽ വരുന്ന ഏതെങ്കിലും ഫ്രണ്ട് വീലൊക്കെ അലൈവിൽ വരുമ്പോൾ അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബോൾട്ട് നെറ്റ് കേടുന്നാലൊക്കെ അലൈക്ക് കേട് വരാതെ അയക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്ത ഭാഗത്ത് നിന്ന് വെട്ടറും വെച്ചങ്ങാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നാണ് പോയി കാണുന്നത്. വെട്ടറും വെച്ച് കട്ട് ചെയ്ത് വെട്ടറുമ്പോൾ കുറച്ച് മൂർച്ചൊക്കെ വേണം. ഇതിൻ്റെ വെട്ടുമ്പിൻ്റെ മൂർച്ചൊക്കെ ഇതിനടിച്ചടിച്ച് ചതഞ്ഞു പോയി. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഇതിന് ഇത്ര ലേബർ മേടിക്കുക എന്നുള്ളത് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്ര നേരം ഈ വർക്കിന് വന്ന് അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഈ വർക്കിന് നമ്മൾ സർവീസ് വാങ്ങിക്കൽ. എന്തായാലും ഓരോരോ വോൾട്ട്, ഇപ്പോൾ 1ൽ കൂടുതൽ വോൾട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് കൂടും. ഇപ്പോൾ 1 വോൾട്ടേ ഉള്ളൂ. നെറ്റിന് കംപ്ലയിൻറ്റ് പൊതുവെ വരാറുള്ളത് ഇത് ക്ലോസിൽ കയറിയത് കൊണ്ട് നെറ്റ് പകുതി പോകുന്നതിന് ശേഷം പിന്നെ സ്റ്റക്കായി നിന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഡ് കറങ്ങേണ്ടി വന്നത്. ഈ സ്റ്റഡ് കറങ്ങിപ്പോയതുകൊണ്ട് അവിടുത്തെ മില്ലിംഗ് ഒക്കെ പോയിട്ടുണ്ടാവും. ഈ ബോൾട്ട് സ്റ്റഡ് കയറ്റേണ്ടത് ഒരു മില്ലിംഗ് ആയിട്ടുള്ള സംഭവം. അപ്പം ഇനി ഇതിന് ഓവർ സൈസ് ബോൾട്ട് നമ്മൾ സ്കോർപ്പിയോൻ്റെ ബോൾട്ടൊക്കെ ഇതിന് സൂട്ടാക്കിയിട്ട് ഇടാനാണ് പ്ലാനിങ്. അല്ലാതെ അതിൻ്റെ സെയിം ബോൾട്ട് സ്റ്റഡ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ വീൽ നട്ട് അയച്ചെടുക്കുമ്പോൾ ഇതുണ്ടായി ഇതിൻ്റെ വീൽ നട്ടിൻ്റെ ചെറിയൊരു ഗ്രിപ്പുള്ളൂ. കൂടുതലും കുറച്ച് ഗ്രിപ്പും പുറത്തേക്കുള്ളൂ. അതിൽ കറക്റ്റായിട്ട് ബോക്സ് പിന്നെ ബാക്കിയുള്ള 4 വോൾട്ട് നെട്ടുണ്ട്. അത് ഞാൻ ഊരുമ്പോൾ ലൂസാണ്. ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് സ്റ്റഡിയിൽ നിന്നിട്ട് വേണം അയച്ചെടുക്കാൻ. മറ്റേ നമ്മൾ നമുക്ക് ലോഡ് കൊടുത്തിട്ട് കൈ കൊണ്ട് താത്തുമ്പോൾ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ആ വോൾട്ടിൻ്റെ ആ സ്പാൻഡർ ഇടണ അത് ഗ്രിപ്പ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് വണ്ടി
പഞ്ചറൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് ഈ ഓഫ് റോഡൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ അവിടുന്ന് അയക്കുമ്പോഴൊക്കെ കൂടുതലും ഇതുപോലെ നെട്ടിന് പണി കിട്ടാറുണ്ട്. അങ്ങനെ വലിയ പണിയായി മാറും. ഈ കട്ടിങ്ങും കട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വയലൊക്കെ വെച്ച് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അലൈവിൽ നമ്മൾ വീൽ അലൈൻമെൻറ്റിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഗണ്ണിലൊക്കെ ഇട്ട് ടൈറ്റ് ആക്കാതെ ഇരിക്കുക, ശ്രദ്ധിക്കുക. കറക്റ്റ് സ്പാൻഡർ വെച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. ഓവർ ടൈറ്റ് ആക്കാതെ നല്ല രീതിയിൽ ടൈറ്റ് പിടിച്ചിട്ട് ചെയ്യുക. അങ്ങനെ അയക്കുമ്പോഴൊക്കെ നമ്മൾ വഴിയിൽ നിന്നൊക്കെ പഞ്ചറാകുമ്പോൾ നമുക്കോ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഈ ഒരു സാധനം മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നു. ഇനി നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ പീസായിട്ട് നമുക്ക് ഘട്ടമായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഈ ഹബ്ബ്, ഈ സ്റ്റാർ സ്ക്രൂ അയച്ച ഹബ്ബ് കൊണ്ട് പോരും. അതിൻ്റെ മുകളിൽ നമുക്ക് സ്കോർപ്പിയോൻ്റെ സ്റ്റഡ് ഞാൻ കയറ്റിയിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് സ്കോർപ്പിയോൻ്റെ സ്റ്റഡ്. അത് കറക്റ്റാണ്. അതിൻ്റെ മില്ലിങ് പോയിട്ട് ആ മില്ലിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടിയിരുന്നത് ഇട്ടിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോയിരുന്നത് കൊണ്ട് സ്കോർപ്പിയോൻ്റെ ഇട്ട് സൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. വീല് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.